സൺഡേ ശാലോം പ്രേക്ഷകർക്ക് ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം എന്ന വാക്യത്തിൽ പറയുന്നത് വചനം മാംസമായി നമ്മോടുകൂടി വസിച്ചു എന്നുള്ളതാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഇമ്മാനുവേൽ അനുഭവമാണ്. ദൈവം നമ്മുടെ കൂടെ മനുഷ്യനായി വന്ന് വസിച്ച് നമ്മെ സ്നേഹിച്ച് നന്മകൾ ചെയ്ത് കുരിശിൽ മരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയ നിത്യ നൂതനമായ ഒരു ദൈവ അനുഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വചനം മാംസമായി തീർന്നെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം മനുഷ്യനായി ജനിച്ചത് നമ്മെല്ലാവരെയും ദൈവത്തോളം വളർത്തുവാൻ വേണ്ടിയാണ്. വചനം മാംസമായി തീർന്നത് നമുക്ക് സമാധാനവും ശാന്തിയും നൽകുവാൻ വേണ്ടിയാണ്. അതാണ് ക്രിസ്മസ് രാത്രിയിൽ കേട്ട ഗാനം എന്ന് പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് എന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന അവസരമാണ്. വചനം സന്തോഷമായി ജനിച്ച അവസരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട, ഇതാ സർവ്വലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്ഥ നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ക്രിസ്മസ് രാത്രിയിൽ മാലാഖമാരെ പാടി. ഓരോ ദിവസവും ദൈവം നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. കാരണം ഇമ്മാനുവേൽ ദൈവം നമ്മളോട് കൂടിയുണ്ട്. എന്നാൽ ഓരോ ദിവസവും നമ്മൾ പല രീതിയിലുള്ള ഭയപ്പാടുകളും ദുഃഖങ്ങളും വേദനകളും അസ്വസ്ഥം കൊണ്ടാണ് ജനിക്കുന്നത്. ക്രിസ്മസിന് ദൈവം നൽകുന്ന സന്ദേശം ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടിയുണ്ട് എന്നുള്ള ആ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസബോധ്യമായി വരികയാണെന്ന് എന്നും നമുക്ക് സന്തോഷിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും പ്രത്യാശയോടുകൂടി യേശുവിനോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുവാനും ഇടയാകും. നമുക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.